ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ദ മിസ്റ്റീരിയസ് പിക്ചർ, നിഗൂഢമായ ചിത്രം എന്ന് പറയുന്ന ഈ കഥയിലെ രണ്ടാം ഭാഗത്താണ് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ടിൽ എന്ന് പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട കഥാപാത്രം, അദ്ദേഹം രാജസന്നിധികളിൽ നിന്ന് രാജസന്നിധികളിലേക്ക് രാജാക്കന്മാരെ അല്ലെങ്കിൽ രാജകുമാരന്മാരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്നും സമ്മാനങ്ങൾ വാങ്ങി ജീവിക്കുന്ന ഒരു ആളാണ്. അദ്ദേഹം ഒരു പെയിൻറ്ററാണ്, അതായത് കലാകാരനാണ് എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അദ്ദേഹം ആർച്ച് ഡ്യൂക്ക് ഓഫ് ബറ്റൻബർഗ് രാജ്യത്തുള്ള ആർച്ച് ഡ്യൂക്കിൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ അദ്ദേഹത്തെ പ്രധാനപ്പെട്ട കാവൽക്കാരുടെ നേതാവ് അദ്ദേഹം തടയുകയും അദ്ദേഹത്തെ പരിഹാസത്തോടു കൂടെ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. എവിടെയാണ് നമ്മുടെ കഥ എത്തി നിൽക്കുന്നത്? ബാക്കി നമുക്ക് വായിച്ചു നോക്കാം. സെക്കൻഡ് സ്റ്റാൻസ. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് വാസ് എ ടാൾ. ഇനി പറയുന്നത് കാവൽക്കാരുടെ നേതാവിനെ കുറിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് വാസ് എ ടാൾ. അദ്ദേഹം വളരെ ഉയരം കൂടിയ ഒരു മനുഷ്യനായിരുന്നു. വെൽ ബിൽഡ്, ദൃഢഗാത്രനായിരുന്നു. റെഡ് ഹെയർഡ് മാൻ ഓഫ് അബൌട്ട് 25, ഏകദേശം 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ചുവന്ന മുടിക്കാരനായിരുന്നു. ഹി വാസ് ഹാൻസംലി ഡ്രസ്ഡ്. അദ്ദേഹം വളരെ നന്നായി വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഇൻ ഹിസ് ഗോൾഡ് ബ്രെയ്ഡഡ് യൂണിഫോം, അതായത് സ്വർണ്ണ നൂലുകൊണ്ട് തുന്നിയ യൂണിഫോമിൽ അദ്ദേഹം നന്നായി വസ്ത്രം ധരിച്ചിരിക്കുന്നു. ടിൽ ലുക്ക്ഡ് അറ്റ് ഹിം, നമ്മുടെ ടിൽ അദ്ദേഹത്തെ നോക്കി, വളരെ കൂളായിട്ട്. ആൻഡ് ദെൻ ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി, എന്നിട്ട് തൻ്റെ കഴുതപ്പുറത്ത് നിന്ന് അദ്ദേഹം ഇറങ്ങി. ഹി ബൗഡ് ലോ ആൻഡ് സെഡ്, അദ്ദേഹം തല കുനിച്ച് പറഞ്ഞു, മേ ഗോഡ് ബ്ലെസ് യു സർ ക്യാപ്റ്റൻ. സർ ക്യാപ്റ്റൻ, അങ്ങയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെൽട്ടൺ, ഞാനൊരു അസ്ഥിപഞ്ചം പോലെ അല്ലെങ്കിൽ അസ്ഥികൂടം പോലെ കാണപ്പെടുന്നുവെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്, അത് എൻ്റെ കുറ്റമല്ല അല്ലെങ്കിൽ അതെൻ്റെ തെറ്റല്ല. ഐ ആം വെരി ഹംഗ്രി, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ ആം ഫോഴ്സ്ഡ് ടു, ഞാനിങ്ങോട്ട് വന്നത് അതെൻ്റെ നിർബന്ധിതാവസ്ഥ കൊണ്ടാണ്. If you will be so good as to give me a piece of the gold cord that you wear on your coat. നിങ്ങളുടെ കോട്ടിന്മേലുള്ള ആ സ്വർണ്ണ നൂലിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്വർണ്ണ ചരടിൽ നിന്ന് ഒരു കഷ്ണം എനിക്ക് തരികയാണെങ്കിൽ, ഐ വിൽ ഗോ, ഞാൻ പോകും, ആൻഡ് ഹാങ് മൈസെൽഫ് ബൈ ദ ടീത്ത് ഓൺ ദാറ്റ് ലാർജ് ലെഗ് ഓഫ് മട്ടൺ ദാറ്റ് ഐ സീ ഹാങ്ങിങ് ഇൻ ദാറ്റ് ബുച്ചേഴ്സ് ഷോപ്പ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ആ സ്വർണ്ണ നൂല് കൊണ്ട് ഞാൻ ആ കാണുന്ന അറവുശാലയിൽ പോയി അല്ലെങ്കിൽ കശാപ്പുകാരൻ്റെ ആ ഷോപ്പിൽ പോയി അവിടെ തൂങ്ങിക്കിടക്കുന്ന ആട്ടിൻ കാലിൽ ഞാൻ പല്ലുകൊണ്ട് തൂങ്ങിക്കിടക്കും എന്ന് ഇദ്ദേഹം പറയുകയാണ്. അതായത് താങ്കൾക്ക് കനിവുണ്ടെങ്കിൽ താങ്കളുടെ ആ യൂണിഫോമിലുള്ള സ്വർണ്ണ നൂലിൽ നിന്ന് ആ സ്വർണ്ണ ചരടിൽ നിന്ന് ഒരു കഷ്ണം എനിക്ക് തരികയാണെങ്കിൽ അതിൻ്റെ കാശുമായിട്ട് ഞാൻ ആ കശാപ്പുകാരൻ്റെ ആലയിൽ പോയി അല്ലെങ്കിൽ ഷോപ്പിൽ പോയി അവിടെ തൂങ്ങിക്കിടക്കുന്ന മട്ടൻ കാലിന്മേൽ ഞാൻ കടിച്ചു തൂങ്ങിക്കിടക്കും. അത്രത്തോളം വിശപ്പ് നമ്മുടെ ടില്ലിന് ഉണ്ട് എന്നർത്ഥം. ദ ക്യാപ്റ്റൻ വാസ് പ്ലേയിങ് എ ഗെയിം ഓഫ് ചെസ് വിത്ത് അനദർ ഓഫീസർ. നമ്മുടെ ക്യാപ്റ്റൻ അദ്ദേഹം മറ്റ് ഓഫീസേഴ്സുമായിട്ട് ചെസ് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹി ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ടിൽ. അദ്ദേഹം നമ്മുടെ ടില്ലിനെ വളരെ കൗതുകത്തോടു കൂടെ നോക്കി. വേർ ഡു യു കം ഫ്രം? നീ എവിടെ നിന്നാണ് വരുന്നത്? ഹി ആസ്ക്ഡ്, അദ്ദേഹം ചോദിച്ചു. ഫ്രം ഫ്ലാൻഡേഴ്സ്, ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നത്. റിപ്ലൈ ടിൽ. ടിൽ മറുപടി പറഞ്ഞു. വാട്ട് ഡു യു വാണ്ട്? നിനക്ക് എന്താണ് വേണ്ടത്? I should like to show His Highness the Archduke one of my paintings. എനിക്ക് നമ്മുടെ ആർച്ച് രാജാവിന് എൻ്റെ പെയിൻറ്റിങ്ങിൽ നിന്നും എൻ്റെ ചിത്രങ്ങളിൽ നിന്നും ഒന്ന് കാഴ്ചവെക്കണം. ഐ ആം എ പെയിൻറ്റർ, ഞാനൊരു ചിത്രം വരയ്ക്കുന്ന ആളാണ്.
വെൽ ഇഫ് യു ആർ എ പെയിൻറ്റർ ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ്, താനൊരു പെയിൻറ്ററും മാത്രവുമല്ല, താങ്കൾ ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നതെങ്കിൽ യു മെ കം ഇൻ, താങ്കൾക്ക് എന്ത് ചെയ്യാം, അകത്തേക്ക് പ്രവേശിക്കാം. സെഡ് ക്യാപ്റ്റൻ സംവാട്ട് ഇംപ്രസ്ഡ്, അദ്ദേഹം താല്പര്യത്തോടു കൂടെ പറഞ്ഞു. The captain knew that Flemish painters and their pictures were in great demand all over Europe. നമ്മുടെ ക്യാപ്റ്റൻ അറിയാം, ഫ്ലാൻഡേഴ്സിൽ നിന്നുള്ള ചിത്രം വരയ്ക്കുന്ന ആളുകൾക്കും അവരുടെ ചിത്രങ്ങൾക്കും യൂറോപ്പിലാകെ വളരെ വലിയ ഡിമാൻഡാണ് ഉള്ളത് എന്ന്. ടിൽ വാസ് പ്രസൻറ്റഡ് ടു ദ ആർച്ച്ഡ്യൂക്ക്, നമ്മുടെ ടിൽ ആർച്ച്ഡ്യൂക്കിൻ്റെ മുമ്പിൽ സന്നിഹിതനായി. ഹി സല്യൂട്ടഡ് ദ ആർച്ച്ഡ്യൂക്ക്, നമ്മുടെ ടിൽ ആർച്ച്ഡ്യൂക്ക് രാജാവിന് സല്യൂട്ട് ചെയ്തു. 3 times, 3 പ്രാവശ്യം. ആൻഡ് സ്റ്റുഡ് ബിഫോർ ഹിം, എന്നിട്ട് രാജാവിന് മുമ്പിൽ നിന്നു. വിത്ത് ഹിസ് ഹെഡ് ബൗഡ്, എങ്ങനെയാണ് നിന്നത്, വളരെ നമ്ര ശിരസ്കനായിട്ട്, അതായത് തലകുനിച്ചുകൊണ്ട്. മേ യുവർ ഹൈനസ് പാർഡോൺ മീ, രാജാവെ താങ്കൾ എന്നോട് പൊറുക്കണം. ഫോർ മൈ റാഷനസ് ഇൻ തിങ്കിങ്, എൻ്റെ തിടുക്കത്തിലുള്ള ചിന്ത കാരണമായിട്ട്. എന്താണ് ചിന്തിച്ചത്? ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ്, എൻ്റെ ചിത്രങ്ങളിലൊന്ന് താങ്കളെ സന്തോഷിപ്പിക്കുമെന്ന്. അപ്പോൾ എൻ്റെ ചിത്രങ്ങളിലൊന്ന് താങ്കളെ സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചതിൽ താങ്കൾ എന്നോട് ക്ഷമിക്കണം. ഇത് ഇങ്ങനെ പറയുന്നത് രാജാക്കന്മാരോട് അങ്ങേയറ്റത്തെ ബഹുമാനത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുക. ആ ബഹുമാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഹൈനസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. I have brought a picture of our lady the Virgin in her royal robes. ഞാൻ നമ്മുടെ കന്യാമറിയം അവരുടെ രാജകീയമായ വസ്ത്രത്തിൽ നിൽക്കുന്ന ഒരു ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട്. I have painted it specially so that I might lay it at your noble feet. ഞാനത് വളരെ പ്രത്യേകമായി വരച്ചതാണ്, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാനത് താങ്കളുടെ ഈ മഹനീയമായ കാൽക്കൽ വെക്കുകയാണ്. ടിൽ പോസ്ഡ് എ ഫ്യൂ മൊമെൻറ്റ്സ് ഫോർ ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇൻ, എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടിൽ കുറച്ച് സമയം മിണ്ടാതെ നിന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിൻ്റെ ആ ശബ്ദം ഇങ്ങോട്ട് സിങ്കിങ് എന്നൊക്കെ പറഞ്ഞാൽ താഴ്ന്നു പോവുക എന്നൊക്കെ അർത്ഥം. ഓക്കെ, താഴ്ന്നു പോയതിന് വേണ്ടിയിട്ട്. ദെൻ ഹി കണ്ടിന്യൂഡ്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യു മസ്റ്റ് ഫോർഗീവ് മീ, രാജാവെ താങ്കൾ എന്നോട് പൊറുക്കണം. യുവർ ഹൈനസ്, ഇഫ് ഐ ഹാവ് ഡെയർ ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു, ഈ ചിത്രം താങ്കളെ സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചതിൽ താങ്കൾ എന്നോട് പൊറുക്കണം. പെർഹാപ്സ് യുവർ ഹൈനസ് മൈറ്റ് വിഷ് ടു ഓഫർ മീ ദ ചെയർ ഓഫ് യുവർ കോർട്ട് പെയിൻറ്റർ, ഒരുപക്ഷെ താങ്കൾ എനിക്ക് താങ്കളുടെ കൊട്ടാരത്തിലുള്ള കൊട്ടാര ചിത്രകാരൻ്റെ ഒഴിവിലേക്ക് താങ്കൾ എന്നെ നിയോഗിച്ചേക്കാം. വോ ഡൈഡ് റീസെൻ്റ്ലി, അദ്ദേഹം ചിത്രകാരൻ അദ്ദേഹം ഈ അടുത്തായി മരണപ്പെട്ടുവല്ലോ, അദ്ദേഹത്തിൻ്റെ ഒഴിവിലേക്ക് താങ്കൾ എന്നെ പരിഗണിച്ചേക്കാം. ഐ ക്യാൻ സീ ദ എംപ്റ്റി വെൽവെറ്റ് ചെയർ വെയിറ്റിംഗ് ടു ബി ഫിൽഡ്, ഞാൻ കാണുന്നുണ്ട് ആ പരവതാനി വിരിച്ച ആ കസേര ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ടില്ലിൻ്റെ ഉദ്ദേശം എന്താണ്, രാജകൊട്ടാരത്തിലേക്ക് വന്നതിനുള്ള എന്താണ് കാരണം. അദ്ദേഹത്തിനറിയാം ആ ആർച്ച് ഡ്യൂക്ക് രാജാവിൻ്റെ കൊട്ടാരത്തിലെ കോർട്ട് പെയിൻറ്റർ അദ്ദേഹം ഈ അടുത്തായിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒഴിവിലേക്ക് ചിത്രകാരനായി വന്ന് ആ സ്ഥാനം കയ്യേറുക എന്നുള്ളതാണ് തൽക്കാലം നമ്മുടെ ടില്ലിൻ്റെ ഉദ്ദേശം. അത് രാജാവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ചിത്രം കാഴ്ചവെച്ചതും ഒക്കെ ചെയ്തത്, രാജാവിനെ തൃപ്തിപ്പെടുത്തിയതൊക്കെ. അപ്പോൾ നമുക്ക് 3 ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരം കണ്ടെത്താനുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് ടിൽ? ടില്ലിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട്, ടിൽ എന്ന ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഈസ് ഹി എ സീരിയസ് മാൻ, അദ്ദേഹം ഒരു ഗൗരവക്കാരനായ മനുഷ്യനാണോ? ഓർ വൺ വിത്ത് സെൻസ് ഓഫ് ഹ്യൂമർ, അല്ലെങ്കിൽ തമാശക്കാരനാണോ? ഹൗ ഡു യു നോ ദിസ്, എങ്ങനെയാണ് നിങ്ങൾക്കിത് മനസ്സിലായത്? ഓക്കെ, നിങ്ങൾ ഈ ഉത്തരങ്ങൾ ഒറ്റയ്ക്കാണ്, അതായത് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇതുവരെ 7ാം ക്ലാസ് വരെ നിങ്ങൾ ഉത്തരങ്ങൾ എഴുതിയത് സാറന്മാരുടെ സഹായത്തോടു കൂടിയാണ്. എന്നാൽ സഹായമില്ല എന്നല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഈ കഥയിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്താൻ ഇനി പഠിക്കണം. കാരണം 8ാം ക്ലാസ്സിൽ നമുക്ക് ചോദ്യങ്ങൾ പാരഗ്രാഫ് തന്ന് അതിൽ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുണ്ട്.
അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ കഥയിൽ നിന്ന് നിങ്ങൾ ഉത്തരം കണ്ടെത്തി പഠിക്കുക തന്നെ വേണം. അപ്പോൾ എല്ലാവരും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. 4th question, ഈസ് ദർ എ ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ക്യാപ്റ്റൻ? നമ്മുടെ ഈ കഥയിൽ നമ്മുടെ ക്യാപ്റ്റൻ്റെ അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിന് വല്ല മാറ്റവും സംഭവിച്ചോ? ആദ്യം ഇവിടേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ കയറ്റില്ല എന്ന് പറഞ്ഞ അദ്ദേഹം പിന്നീട് താങ്കൾക്ക് പ്രവേശിക്കാം, ഫ്ലാൻഡേഴ്സിൽ നിന്ന് വരുന്ന ചിത്രകാരനാണെങ്കിൽ, താങ്കൾക്ക് ചിത്രം വരയ്ക്കുന്ന ആളാണെങ്കിൽ താങ്കൾക്ക് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിലൊരു വ്യത്യാസം വന്നു. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? എന്തായിരിക്കും ഇതിനുള്ള കാരണം? 5ാമത്തെ ചോദ്യം, ദ ലാംഗ്വേജ് യൂസ്ഡ് ബൈ ടിൽ വെൻ ഹി സ്പീക്സ് ടു ദ ആർച്ച്ഡ്യൂക്ക് ഷോസ് ഹിസ് റെസ്പെക്ട് ഫോർ ഹിം. നമ്മുടെ രാജാവിനോട്, ആർച്ച് ഡ്യൂക്കിനോട് ടിൽ സംസാരിച്ചപ്പോൾ രാജാവിനോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു. പിക്ക് ഔട്ട് എ ഫ്യൂ ഇൻസ്റ്റൻസസ് വിച്ച് ഷോ ദിസ്. ഇത് കാണിക്കുന്ന ഇതിനുള്ള 2 ഉദാഹരണങ്ങൾ നമ്മുടെ കഥയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങൾക്ക് നിങ്ങൾ സ്വന്തമായി ഉത്തരം കണ്ടെത്തി സാറിന് പേഴ്സണലായിട്ട് നിങ്ങൾ അയക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.